ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ച് സമാധാനത്തിലേക്ക് നീങ്ങുമെന്ന പ്രതീക്ഷകൾ വീണ്ടും മങ്ങുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾ വേണമെന്ന ആവശ്യം ശക്തമാകുമ്പോഴും അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിലപാടുകൾ കൂടുതൽ കടുപ്പത്തിലേക്ക് പോകുകയാണ്. അതേസമയം ഇറാൻ പറയുന്നത് വളരെ വ്യക്തമാണ്. അമേരിക്ക ആദ്യം സ്വന്തം പരാജയം അംഗീകരിക്കണം. ഇറാനെ കീഴടക്കാൻ കഴിയില്ലെന്ന് അമേരിക്ക മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ യഥാർത്ഥ സമാധാനത്തിലേക്ക് പോകാൻ കഴിയൂ. ഇതാണിപ്പോൾ ഇറാന്റെ നിലപാട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇറാൻ ശരിക്കും അമേരിക്കയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടോ, അതോ അമേരിക്ക ഇപ്പോഴും യുദ്ധത്തിന്റെ നിയന്ത്രണം കൈവശം വെച്ചിരിക്കുകയാണോ? ആദ്യം സംഭവിച്ചത് എന്താണ്? ഫെബ്രുവരി 28-നാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ സൈനിക നടപടി ആരംഭിച്ചത്. തുടർന്നുള്ള മാസങ്ങളിൽ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾക്കും മറ്റ് തന്ത്രപ്രധാന മേഖലകൾക്കും നേരെ വ്യാപകമായ ആക്രമണങ്ങൾ നടന്നു. അമേരിക്കയുടെ ലക്ഷ്യം ഇറാന്റെ സൈനിക ശേഷിയെ തകർക്കുക മാത്രമല്ലായിരുന്നു, ഇറാനെ സമ്മർദ്ദത്തിലാക്കി അതിന്റെ ആണവ പദ്ധതിയിലും വിദേശ നയത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തുക എന്നതും അമേരിക്കയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. പക്ഷേ മാസങ്ങൾ പിന്നിട്ടിട്ടും ഇറാനെ രാഷ്ട്രീയമായി കീഴടങ്ങിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം സൂചിപ്പിക്കുന്നത്. ഫിനാൻഷ്യൽ ടൈംസ് പോലും ഇപ്പോഴത്തെ യുദ്ധത്തെ വിലയിരുത്തുമ്പോൾ അമേരിക്കയ്ക്ക് വലിയ തോതിൽ സൈനിക ആക്രമണങ്ങൾ നടത്താനായെങ്കിലും നിർണായകമായ തന്ത്രപരമായ വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. സൈനിക ശക്തി മാത്രം കൊണ്ട് ഒരു രാജ്യത്തെ കീഴടക്കാൻ കഴിയുമോ? ഇറാൻ നൽകുന്ന മറുപടി കഴിയില്ല എന്നു തന്നെയാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ തലവേദന ഹോർമുസ് ആണ്. ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിൽ ഒന്നാണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 1/5 വരെ ഈ പാതയിലൂടെ കടന്നു പോകുന്നതായാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ഹോർമുസിലെ പ്രതിസന്ധി ഇറാന്റെയും അമേരിക്കയുടെയും മാത്രം വിഷയമല്ല, ഇത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ ഇറാൻ പറയുന്നത് അമേരിക്ക തങ്ങളുടെ നടപടികൾ തിരുത്തുകയും യുദ്ധവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നതുവരെ ഹോർമുസ് പൂർണ്ണമായി തുറക്കില്ല എന്നാണ്. ഓഗസ്റ്റ് 11-ന് ഇറാൻ വ്യക്തമാക്കിയതും ഇതേ നിലപാടാണ്. അതായത് അമേരിക്കയുടെ സൈനിക ശക്തിക്ക് മുന്നിൽ ഇറാൻ പിന്നോട്ട് പോകുന്നില്ല, പകരം ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ഗതാഗത പാതകളിൽ ഒന്നിനെ തന്നെ ചർച്ചകളിലെ പ്രധാന ബാർഗൈനിങ് പവറാക്കി മാറ്റുകയാണ് ഇറാൻ. അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുന്നത് സാമ്പത്തിക മേഖലയാണ്. ഇവിടെയാണ് അമേരിക്ക നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നം. യുദ്ധം നീളുന്തോറും എണ്ണവില ഉയരുകയാണ്. അമേരിക്കയിൽ പെട്രോൾ വില കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 29% വരെ ഉയർന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അമേരിക്കക്കാർ ഉയർന്ന ഇന്ധനവില സഹിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതായത് ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നതിന്റെ സാമ്പത്തിക ആഘാതം അമേരിക്കൻ ജനതയ്ക്കും നേരിട്ട് അനുഭവപ്പെടുകയാണ്. ഇറാനെ ദുർബലപ്പെടുത്താനായി തുടങ്ങിയ യുദ്ധം അമേരിക്കൻ ജനതയുടെ ജീവിത ചെലവിനെയും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് ഇറാൻ തങ്ങളുടെ നിലപാടിന് ശക്തിയായി ഉപയോഗിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് സമാധാന ചർച്ചകൾ നടക്കാത്തത്? ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം. ജൂണിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ഇടക്കാല സമാധാന ധാരണയുണ്ടായിരുന്നു. യുദ്ധപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും തുടർന്നുള്ള വിഷയങ്ങളിൽ ചർച്ച നടക്കുകയും ചെയ്യുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ ഈ ധാരണ അധികകാലം നിലനിന്നില്ല. ജൂലൈയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ധാരണ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചു. പിന്നീട് ഇറാനും കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതായി അറിയിച്ചു. ഇപ്പോൾ ഇരുപക്ഷവും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. അമേരിക്ക പറയുന്നത് ഇറാൻ ഹോർമുസ് തുറക്കുന്നില്ല. ഇറാന്റെ മറുപടി ആദ്യം അമേരിക്ക സ്വന്തം വാഗ്ദാനങ്ങൾ പാലിക്കണം എന്നതുമാണ്. ഇറാന്റെ ആരോപണം അനുസരിച്ച് അമേരിക്ക തുറമുഖ ഉപരോധം നീക്കുകയും മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുകൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം അമേരിക്കൻ സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്നും ഉപരോധങ്ങൾ നീക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. ഇറാന്റെ നിലപാടിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് എന്താണ്? ഇറാന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നവർ പറയുന്ന പ്രധാന വാദം ഇതാണ്: ഒരു രാജ്യത്തെ ആക്രമിച്ചിട്ട് പിന്നീട് അതേ രാജ്യത്തോട് സമാധാനത്തിനായി കീഴടങ്ങാൻ ആവശ്യപ്പെടുന്നത് എങ്ങനെ ന്യായീകരിക്കാനാകും? അമേരിക്കൻ സൈനിക ഇടപെടലാണ് ഈ യുദ്ധത്തിന് തുടക്കമിട്ടതെന്ന് ഇറാൻ വാദിക്കുന്നു. അങ്ങനെയെങ്കിൽ സമാധാനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഇറാന്റെ മേൽ മാത്രം ചുമത്താൻ കഴിയില്ലെന്നാണ് ഇറാനെ പിന്തുണയ്ക്കുന്നവരുടെ വാദം. ഇറാൻ പറയുന്നത് ഞങ്ങൾ യുദ്ധം തേടിയെത്തിയതല്ല, ഞങ്ങളുടെ പരമാധികാരത്തെയും സുരക്ഷയെയും സംരക്ഷിക്കുകയാണ്. ഇത് തന്നെയാണ് ഇറാന്റെ രാഷ്ട്രീയ സന്ദേശം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം: ഇറാനെ പിന്തുണയ്ക്കുക എന്നത് യുദ്ധത്തെ പിന്തുണയ്ക്കുക എന്നല്ല, പകരം ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിനും സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തിനും പിന്തുണ നൽകുക എന്ന നിലയിലാണ് ഈ നിലപാടിനെ കാണേണ്ടത്. ഇപ്പോൾ മറ്റൊരു ചോദ്യം: അമേരിക്ക ഇത്രയും വലിയ സൈനിക ശക്തിയുമായി ഇറാനെ ആക്രമിച്ചിട്ടും ഇറാനെ കീഴടങ്ങിക്കാൻ കഴിഞ്ഞോ? ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വം തകർന്നോ?
ഇറാൻ അമേരിക്കയുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചോ? ഇല്ല. മറിച്ച് ഇപ്പോഴും ഇറാൻ ചർച്ചകളിലേക്ക് വരുന്നതിനും ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കുന്നതിനുമാണ് തയ്യാറാകുന്നത്. പക്ഷെ അതിന്റെ നിബന്ധനകൾ അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതാണ് ഇപ്പോഴത്തെ ഡിപ്ലോമാറ്റിക് ഡെഡ് ലോക്ക്. അമേരിക്കയ്ക്ക് വേണ്ടത് ഹോർമൂസ് തുറക്കുക, ഇറാന് വേണ്ടത് അമേരിക്കൻ സൈനിക നടപടികൾ അവസാനിപ്പിക്കുക, ഉപരോധങ്ങൾ നീക്കുക, സാമ്പത്തികമായി തങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് പരിഹാരം നൽകുക, മരവിപ്പിച്ച ആസ്തികൾ വിട്ടുകൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. എന്നാൽ ഇനി യുദ്ധം തുടരുമോ? ഇതാണ് ഏറ്റവും വലിയ ആശങ്ക. ഇരു രാജ്യങ്ങളും ഇപ്പോൾ പരസ്പരം ശക്തമായ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അമേരിക്ക കൂടുതൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് പറയുന്നു, ഇറാൻ പിന്നോട്ടില്ലെന്നും പറയുന്നു. ഹോർമൂസ് തുറക്കുന്നതിലും യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതുപോലെ ഓഗസ്റ്റ് 12 വരെയും ഇടക്കാല സമാധാന ധാരണ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഇത് തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ്. കാരണം യുദ്ധം നീളും തോറും നഷ്ടപ്പെടുന്നത് അമേരിക്കയ്ക്കും ഇറാനും മാത്രമല്ല, ലോകം മുഴുവൻ അതിന്റെ വില നൽകേണ്ടി വരുന്നുണ്ട്. എണ്ണ വില ഉയരുന്നുണ്ട്, ഗതാഗത ചെലവ് കൂടുന്നുണ്ട്, വിലക്കയറ്റം കൂടുന്നുണ്ട്, ഊർജ പ്രതിസന്ധി ശക്തമാകുന്നുണ്ട്. ഇതിന്റെയൊക്കെയും ആഘാതം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കും എത്തുന്നുണ്ട്. പക്ഷെ ഇറാൻ എന്തുകൊണ്ട് ഇപ്പോഴും പിന്നോട്ടില്ല? ഇറാന്റെ കണക്കുകൂട്ടൽ വളരെ ലളിതമാണ്. സൈനികമായി തങ്ങളെ തകർക്കാൻ ശ്രമിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കേണ്ട ആവശ്യം അമേരിക്കയ്ക്കും ഉണ്ടാകുന്ന തരത്തിൽ തിരിച്ചടി നൽകും. ഹോർമൂസ് അതിലെ പ്രധാന ആയുധമാണ്. അമേരിക്കയ്ക്ക് സൈനിക ശക്തിയുണ്ട്, പക്ഷെ ഇറാന്റെ കയ്യിൽ ഭൂമിശാസ്ത്രപരമായ നേട്ടമുണ്ട്. ഹോർമൂസ് പോലുള്ള തന്ത്രപ്രധാന മേഖലയുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ശക്തമായ ബാർഗെയിനിങ് പൊസിഷൻ ഇറാനുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇറാനെതിരെ വേഗത്തിൽ വിജയം പ്രഖ്യാപിക്കുന്നത് ഇത്രയും ബുദ്ധിമുട്ടാക്കുന്നത്. ഒരു രാജ്യത്തെ ബോംബിട്ട് സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. സമാധാനം ഉണ്ടാകണമെങ്കിൽ പരസ്പര ബഹുമാനം വേണം. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ അംഗീകരിക്കണം, അന്താരാഷ്ട്ര നിയമങ്ങളെ ബഹുമാനിക്കണം. ഏറ്റവും പ്രധാനമായി യുദ്ധത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്തണം. ഇറാൻ ഇപ്പോൾ പറയുന്നത് അതാണ്. അമേരിക്ക ആദ്യം സ്വന്തം പരാജയം അംഗീകരിക്കണം. ഇത് വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവനയായി കാണേണ്ടതില്ല. അമേരിക്കയുടെ സൈനിക ശക്തിക്കും സാമ്പത്തിക സമ്മർദ്ദത്തിനും മുന്നിൽ ഇറാൻ ഇപ്പോഴും ചർച്ചകളിൽ സ്വന്തം നിബന്ധനകൾ മുന്നോട്ട് വെക്കാൻ കഴിയുന്നു എന്നതിന്റെ രാഷ്ട്രീയ സന്ദേശം കൂടിയാണിത്. സമാധാനമാണ് വിജയിക്കേണ്ടത്. കാരണം യുദ്ധത്തിൽ വിജയിച്ചാലും മനുഷ്യർ മരിക്കുന്നിടത്ത് യഥാർത്ഥ വിജയം ഉണ്ടാകില്ല. അതിനാൽ അമേരിക്കയും ഇറാനും തമ്മിൽ വീണ്ടും ചർച്ചകൾ ആരംഭിക്കണം. വെടിനിർത്തൽ ശക്തിപ്പെടുത്തണം. ഹോർമൂസ് പ്രതിസന്ധിക്ക് നയതന്ത്രപരമായ പരിഹാരം കണ്ടെത്തണം. ഇറാന്റെ പരമാധികാരത്തെയും സുരക്ഷാ ആശങ്കകളെയും ബഹുമാനിച്ചുകൊണ്ടായിരിക്കണം സമാധാന ശ്രമങ്ങൾ. അല്ലെങ്കിൽ ഈ യുദ്ധം ഇനിയും നീളും. അതിന്റെ വില കൊടുക്കേണ്ടി വരുന്നത് അമേരിക്കയും ഇറാനും മാത്രമല്ല, ലോകം മുഴുവനുമായിരിക്കും. ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഹോർമൂസ് തുറക്കുമോ? അമേരിക്ക ഇറാന്റെ നിബന്ധനകൾ അംഗീകരിക്കുമോ? അതോ യുദ്ധം വീണ്ടും രൂക്ഷമാകുമോ? കാത്തിരുന്നു കാണാം.